ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ക്യാൻവാസ് ഉപയോഗിച്ച് നെക്ക് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പം ഇത് ഞാൻ രണ്ട് തരത്തിലാണ് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. രണ്ടും റൗണ്ട് നെക്കാണേ. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത് രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഒരു 4.5 ഇഞ്ച് വീതിയും ഒരു 10-10.5 ഇഞ്ചൊക്കെ നീളവും വരുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് എത്രയാണോ നമ്മളുടെ നെക്കിൻ്റെ ഇറക്കം അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി വേണം അവിടെ കൊടുക്കാൻ. നമ്മുടെ നെക്കിൻ്റെ ഇറക്കത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അതിനുശേഷം നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് കറക്റ്റ് നമുക്ക് എത്ര വേണം, 2.5 മതിയെങ്കിൽ 2.5 എടുക്കാം, 3 വേണമെങ്കിൽ 3 എടുക്കാം. നമ്മളത് കൂട്ടോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട. നമ്മൾ തുണിയിൽ മാത്രം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1/4 ഇഞ്ച് കുറച്ചാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ അകലം അത്ര തന്നെ മതി. അങ്ങനെ 3 ഇഞ്ച് ഞാൻ മുകളിൽ അടയാളപ്പെടുത്തി, താഴെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി 3.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് താഴ്ഭാഗത്ത്. അത് നമുക്ക് ഒരു താഴെ ഇങ്ങനെ അല്പം വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് മുകളിലെങ്കിൽ താഴെ 3.5 എടുത്തു, 2 ഇഞ്ചാണെങ്കിൽ 2.5 എടുത്തു. അങ്ങനെ നമുക്ക് 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വരയ്ക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ആ കോൺ ഭാഗത്തു നിന്ന് 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മുടെ ആ ലെങ്ത് എത്രയുണ്ടോ അതിൻ്റെ കറക്റ്റ് പകുതി അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടോ, നമ്മൾ അവരവരുടെ നെക്കിൻ്റെ ഇറക്കം അനുസരിച്ച് ചെയ്യുക. അങ്ങനെ എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് വരച്ച് ആ പകുതി അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് അങ്ങ് ജോയിൻ്റ് ചെയ്ത് വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ കൊടുക്കാം. ഇനി നമുക്കവിടെ 1 ഇഞ്ച് വെളിയിലോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം നമ്മൾ ആ വരച്ച അതേ ആ അളവിന് വേണം 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ടില്ലേ, ആ ഭാഗമൊക്കെ കറക്റ്റ് നമ്മൾ വരച്ച് വന്ന അതേ രീതിയിൽ തന്നെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഒന്ന് റൗണ്ടാക്കി വരച്ചെടുക്കുക. നമ്മൾ നെക്കിൻ്റെ അകലം കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കൊടുത്താൽ മതി. ക്യാൻവാസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് എത്രയാണോ, നമ്മൾ 3 ആണെങ്കിൽ 3, 2.5 ആണെങ്കിൽ 2, അങ്ങനെ കറക്റ്റ് കൊടുത്താൽ മതി. പക്ഷേ ഇറക്കം വരുമ്പോഴത്തേന് 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അത് നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പം പോകും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ഇതേപോലെ അവിടെ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മുടെ നെക്ക് അടയാളപ്പെടുത്തില്ലേ, നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്തി അവിടം വരെ ഒന്ന് വരച്ചു കൊടുക്കാം. കാരണം നമുക്ക് അവിടുന്ന് വേണം കട്ട് ചെയ്യാൻ. അപ്പോഴത്തേനും നമ്മൾക്ക് ആ നെക്ക് അകന്നു പോകാതെ നമുക്ക് തുണിയിൽ ഒട്ടിച്ചെടുക്കാനൊക്കെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ലൈനാണ്, അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, ആ ഭാഗമാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ബാക്കി ആ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ അങ്ങ് കട്ട് ചെയ്യാം. അതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തില്ല, ആ ഭാഗത്തേക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് ഒരു രീതിയിലെ. നമ്മൾ ഇത് 2 രീതിയും റൗണ്ട് നെക്ക് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ താഴ്ഭാഗം നല്ല വൈഡായിട്ട് കിട്ടത്തക്ക രീതിയാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. നമ്മൾ അവിടെ വരെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ വരെ കട്ട് ചെയ്തു. അതിനുശേഷം ഇതേ രീതിയിൽ ബാക്കി ഭാഗങ്ങൾ കൂടെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പം മുകളിലുള്ള ആ ഭാഗവും കറക്റ്റായിട്ട് അവിടെ ഇരിക്കുക. അപ്പം നമുക്ക് തുണിയിൽ ഒട്ടിക്കുമ്പോൾ പിന്നെ അടയാളപ്പെടുത്തുമൊന്നും വേണ്ട, അത് കറക്റ്റായിട്ട് നമുക്ക് ആ തുണിയിൽ ഒട്ടിച്ചു വെക്കാൻ പറ്റും. കണ്ടില്ലേ, അപ്പം ഇതേപോലെ കിട്ടും. ഇങ്ങനെ ആകുമ്പോഴത്തേനും നമ്മുടെ
ഇപ്പൊ താഴെ ഒരു അരയിഞ്ച് കൂട്ടിയെടുക്കുമ്പോഴത്തേനും ഇതേപോലെ കറക്റ്റ് വൈഡായിട്ടും നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഇറങ്ങി പോകാതെ അത് കറക്റ്റ് ലെവലിലും കിട്ടും. അതിനാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് പേപ്പർ ക്യാൻവാസ് ആണേ. ഇതിന് റേറ്റ് കുറവാണ്. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇപ്പം എടുത്തില്ലേ, അതാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ കട്ടിയുള്ള ഒരു ക്യാൻവാസ് ആണ്. അതാണ് നമ്മൾ നെക്കിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, അതിന് റേറ്റ് കൂടുതലാണ്. ഇതിനാണ് റേറ്റ് കൂടുതൽ, മറ്റേന് റേറ്റ് കുറവാണ്. അപ്പം അതും ഇതേപോലെ തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇപ്പം നമ്മുടെ നെക്ക് അകലം എത്രയാണോ 3 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടി ഒരു 4.5 ഇഞ്ച് വീതിയിൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ടൊന്ന് അളന്ന് കൊടുത്തിട്ട് എടുത്താൽ മതി. അപ്പം ക്യാൻവാസ് ഒരുപാട് നമുക്ക് പാഴി പോകാതെ കിട്ടും, വേസ്റ്റായി പോവില്ല. അങ്ങനെ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് ബാക്കി അടയാളങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് മുകളിലൊരു വര ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറക്കം എത്രയാണോ അതനുസരിച്ച് നമുക്ക് വേണ്ടുന്നത് കൊടുത്താൽ മതി, അല്ലാതെ ഒരുപാട് നമ്മളത് വേസ്റ്റ് ആക്കണ്ട. എന്നിട്ട് അവിടെ നമ്മുടെ നെക്കിൻ്റെ വീതി എത്രയാണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക. കറക്റ്റ് വീതി കൊടുത്താൽ മതി. നമുക്ക് 3 കൊടുത്തിരിക്കുന്നത്, ആ 3 3 കൊടുത്താൽ മതി. അതിനുശേഷം ഇറക്കത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുക. ഇവിടെ അതേപോലെ തന്നെ ഇറക്കത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി കൊടുത്തു. ആ കൂട്ടി കൊടുത്തിട്ട് അവിടുന്ന് വീതി നമ്മൾ 3 കൊടുത്ത് ആ 3 തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ കട്ട് ചെയ്തതിലും 1/2 ഇഞ്ച് കൂട്ടി കൊടുത്തിരുന്നു. ഇതിൽ നമ്മൾ ആ 3 ഇഞ്ച് മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊരു സ്ക്വയറായിട്ട് വരച്ചെടുക്കാം. ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് മുകളിലും 3 ഇഞ്ച് കൊടുത്തു, താഴെയും 3 ഇഞ്ച് കൊടുത്തു. അതിനുശേഷം നമ്മളിത് സ്ക്വയറാക്കി വെച്ചു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അത് റൗണ്ട് ആക്കാനുള്ള അടയാളം കൊടുക്കാമേ. ഇനി 2 ഭാഗങ്ങളും 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് ബാക്കി അടയാളങ്ങളും കൂടെ കൊടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ആക്കി വരച്ചെടുക്കാം. കണ്ടില്ലേ, ആ ലെങ്ത് എത്രയാണോ നമ്മൾ ഇതിനൊരു 1/2 ഇഞ്ച് കൂട്ടി ഒരു ഇറക്കം കൊടുക്കുമല്ലോ. 7 എങ്കിൽ 7.5 ഇഞ്ച്, 8 എങ്കിൽ 8.5 ഇഞ്ച്. ആ 8.5 ആണെങ്കിൽ 8.5യുടെ പകുതി അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. 7.5 ആണെങ്കിൽ 7.5യുടെ പകുതി അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവിടുന്ന് വെളിയിലോട്ട് ഒരു 1/2 ഇഞ്ചോളം മാറ്റി ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുക. അപ്പോഴും നമ്മുടെ നെക്ക് ഇതേപോലെ ഷോൾഡർ ഭാഗം കറക്റ്റ് നമുക്ക് പിടിച്ചിരിക്കും. താഴോട്ട് നമുക്ക് ഇത്തിരി കൂടെ ഒരു വൈഡായിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, ഇതിൻ്റെ നെക്ക് താഴെയും മുകളിലും കറക്റ്റ് നെക്കിൻ്റെ അളവ് മാത്രം കൊടുത്തു. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം 1/2 ഇഞ്ച് കൂട്ടി കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ നെക്കിറക്കത്തിൻ്റെ പകുതി കണ്ടിട്ട് അവിടുന്ന് 1/2 ഇഞ്ച് വെളിയിലോട്ടാക്കി വൈഡാക്കി വരച്ചു. ഇങ്ങനെയാണ് വേറൊരു മെത്തേഡ്. എന്നിട്ട് നമ്മൾ അവിടെ ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് 1 ഇഞ്ചോ 1/4 ഇഞ്ചോ കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് കൊടുത്തതിന് ശേഷം നമുക്കത് റൗണ്ടാക്കി വരച്ചെടുക്കാം. കണ്ടില്ലേ, 1 ഇഞ്ച്
നമ്മൾ ഇപ്പം ആ അടയാളം കൊടുത്തിരിക്കുന്ന അവിടെ നിന്ന് വേണം 1 ഇഞ്ച് വീതി നമുക്ക് അവിടെ കൊടുക്കാൻ ഉള്ളത്. എന്നിട്ട് ഇതിൽ പിന്നു കുത്തി കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ മേൽഭാഗത്ത് ഇതേപോലെ തന്നെ ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ വരെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ കൊടുക്കാം. ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അവിടെ വരെ കട്ട് ചെയ്തു. 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ വരെ കട്ട് ചെയ്തു. അതിനുശേഷം ഇതേപോലെ ബാക്കി ഭാഗവും കൂടെ കട്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ? ഇതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുകൾ ഭാഗം കറക്റ്റ് നമുക്ക് ആ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും. താഴ്ഭാഗത്തേക്ക് അല്പം വൈഡായിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ? അങ്ങനെ നമ്മൾ 2 തരത്തിലാണ് ഈ നെക്ക് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്ക് 2 രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ നെക്കിന്റെ വിഡ്ത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ നമുക്ക് ക്യാൻവാസിന് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് വിഡ്ത്ത് എത്രയാണോ അത്ര മാത്രം എടുത്താൽ മതി. നമ്മുടെ കറക്റ്റ് നെക്ക് വിഡ്ത്ത് എടുത്താൽ മതി. അതേസമയം ഇറക്കം എടുക്കുമ്പോൾ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അത് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.